അപ്പോൾ ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നീറ്റ് സെലേറിയോ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ എക്സ്റ്റീരിയർ സൈഡ് തന്നെ നമുക്ക് ആദ്യം നോക്കി തുടങ്ങാം. ടയേഴ്സ്, ഫ്രണ്ട് ടയറാണ്, പുത്തൻ ടയറാണ് കേട്ടോ. 4 ടയറും പുതിയ ടയറാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വെള്ളമുള്ള സ്ഥലത്ത് നിന്നാണ് ചെയ്യണേ. ചെറിയ സൗണ്ട് ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, VXI വേരിയൻറ്റിലാണ് വരുന്നത്. അപ്പോൾ സെലേറിയോ VXI വേരിയൻറ്റ് ഓട്ടോമാറ്റിക്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബാക്കത്തെ ടയേഴ്സും പുത്തൻ ടയേഴ്സ് തന്നെയാണ്. ഓവറോൾ 4 ടയേഴ്സും പുത്തൻ ടയേഴ്സാണ് കേട്ടോ. പെട്രോളാണ് ഫ്യൂവൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഡോറ്, ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്ഡ് അല്ല. നീറ്റായിട്ട് എക്സ്റ്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സെലേറിയോ ആണ്. അപ്പോൾ കസ്റ്റമർ വണ്ടിക്ക് ആസ്ക് ചെയ്യണ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,60,000 രൂപയാണ്. പിന്നെ സെക്കൻഡ് RC കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. 1 ലക്ഷം കിലോമീറ്ററിന് മുകളിൽ ഓടിയിട്ടുണ്ട്. പക്ഷേ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം, എടുത്തു പൊക്കി കൊണ്ടുപോയിക്കോളാം. പിന്നെ ഇൻറ്റീരിയറും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. ഇൻറ്റീരിയർ ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.